ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതുവിന്റെ ചേട്ടനും ഫ്രണ്ട്സും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യം നിധിയോടും നികേഷിനോടും പറയുകയാണ് സുധീഷും സുഭാഷും. തുടർന്ന് സുഭാഷ് പറയുന്നു, ഹരീഷ് ഇപ്പൊ വരും, ആരും ഇക്കാര്യം ഹരീഷിനോട് പറയണ്ട, അവൻ ഇത് അറിഞ്ഞാൽ വല്ലാതെ ദേഷ്യപ്പെടും. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ചേട്ടാ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, നീതു വീണ്ടും വീണ്ടും ഹരീഷിനെ കാണാൻ വരുന്നുണ്ട്. നീതുവിനെ വീട്ടുകാർ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നീതു ഹരീഷനെ കാണാൻ വരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് അവർക്ക് എന്ത് പ്രയോജനമാ? അപ്പൊ സുഭാഷ് പറയണ, എടാ അതിനെ കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷ്. സുഭാഷ് പറയുന്നു, നികേഷ് നീ മിണ്ടരുത്. ഹരീഷ് വന്നു. പുറത്തിരിക്കുന്ന ഭാസ്കരനും ഹരീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, വാടാ ഹരീഷ്, ഭക്ഷണം എടുക്കട്ടെ. ഹരീഷ് ചോദിക്കുന്നു, ഞാനെപ്പോഴാ വന്ന ഉടനെ കഴിച്ചിട്ടുള്ളത്, കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരട്ടെ. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി ശരി പോയിട്ട് വാ. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഞങ്ങളെ കൺഫ്യൂസ് ആക്കി. സുഭാഷ് ഏട്ടൻ തന്നെ ഹരീഷ് ഏട്ടനോടെല്ലാം പറയാന്നാ തോന്നുന്നേ. ദിവസവും ഹരീഷ് ഏട്ടൻ വരുമ്പോൾ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കാറുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഒന്നും മറക്കാനോ ഒളിക്കാനോ അറിയില്ല, അവൻ ഗൾഫിൽ നിന്ന് വന്നതുപോലെ കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഈ സമയം ഹരീഷ് അവിടേക്ക് വരികയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, ആടെ ഹരീഷ്, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഇത് കേട്ട് നികേഷും നിധിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഹരീഷ് സംശയത്തോടു കൂടി എല്ലാവരെയും ശ്രദ്ധിക്കുന്നു. നിധി തലയിൽ കൈവച്ചിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ ഒരു മാറ്റം? അപ്പൊ സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സുധീഷ്? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. നിധി മോള് പറ, ഒന്നുമില്ലെന്ന്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഒന്നുമില്ല ഹരീഷ്. ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ പറയുന്നു, എടാ ഇങ്ങോട്ട് നോക്ക്, ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വഴി നോക്കണം, അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ പേര് നാറിയിരിക്കുക. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് എന്തും പറയാമെന്നാണോ? ഇത് കേട്ടി സുഭാഷ് അച്ഛാന്ന് വിളിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ആരാ വന്നത്? ഇവിടെ എന്താ ഉണ്ടായത്? അപ്പൊ സുധീഷ് പറയണേ, ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? ഇറങ്ങിപ്പോ, പുറത്തു പോയിരിക്കാനാ പറഞ്ഞത്. അങ്ങനെ ഭാസ്കരനെ സുധീഷ് പുറത്താക്കാനായി ശ്രമിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, നിങ്ങൾ പറ സുഭാഷ് ആരാ വന്നത്? ഇവിടെ എന്താ നടന്നേ? അപ്പൊ ഹരീഷ് പറയണ, നീ പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ ചേട്ടൻ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് പോയി. ഈ വീടിനെ കുറിച്ച് വളരെ മോശമായിട്ട് അവ സംസാരിച്ച്. ഭാസ്കരൻ ചോദിക്കുന്നു, നമ്മുടെ വീടിനെ പറ്റി പറയാൻ അവൻ ആരാടാ? ആ ഓട്ടോക്കാരുടെ വീടെന്താ ബംഗ്ലാവോ? ആ നരുന്തു പോലുള്ള പയ്യൻ പ്രായത്തിൽ ഇത്രയും വ്യത്യാസമുള്ള എന്നോട് പെരുമാറുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ? ഇത് കേട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് സുധീഷ് ഭാസ്കരനെ കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, അയാൾ പറഞ്ഞത് സത്യമാണോ സുഭാഷ് ഏട്ടാ? നീതുവിന്റെ വീട്ടിൽ നിന്നും വന്നായിരുന്നോ? എന്നോടൊന്നും മറച്ചു വെക്കാൻ നോക്കണ്ട. അവളുടെ വീട്ടിൽ നിന്ന് ആരാ വന്നേ? അപ്പൊ സുഭാഷ് പറയണ, നീതുവിന്റെ ചേട്ടനും ഫ്രണ്ട്സും കൂടാ വന്നേ. അവരിവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഇല്ല, നീയും നീതുവും കൂടി സംസാരിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അവൻ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പറ സുഭാഷ് ഏട്ടാ, എന്താ നടന്നതെന്ന് പറയുന്നു പറഞ്ഞ് ഹരീഷ് സുഭാഷിനെ ചോദ്യം ചെയ്യുമ്പോൾ സുധീഷ് പറയണ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ വെറുതെ വിടുവോടാ? അങ്ങനെ ഒന്നും ഇല്ലടാ. അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുകയാണ്, ഒന്നുമില്ലെന്നോ? ഇവിടെ കയ്യാങ്കളിയായിരുന്നു. അവൻ സുധീഷിനെ അടിക്കാൻ വന്നു, സുധീഷ് അവനെ അടിക്കാൻ പോയി. വലിയ ബഹളമായിരുന്നു ഇവിടെ. സുഭാഷ് ഏട്ടാ, വലിയ പ്രശ്നമായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതേ മോളെ, അല്ല ഇല്ല. ഭാസ്കരൻ പറയണ, അവന്റെ വീട് വലിയ ബംഗ്ലാവാന്ന അവന്റെ വിചാരം. അവന്റെ കുടുംബ ചരിത്രമൊന്നും എനിക്കറിയാത്തതല്ലോ. ഈ വീടിനെ പറ്റി വളരെ മോശമായി അവൻ സംസാരിച്ചത്. ഒരു പെണ്ണ് വന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ സുഭാഷ് പറയുകയാണ്, അച്ഛാ ഒന്ന് നിർത്ത്, എന്തിനാ ഇപ്പം ഇതെല്ലാം ഇവനോട് പറയുന്നേ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അവൻ കാരണമല്ല ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, അപ്പൊ അവൻ അറിയണ്ടേ? അപ്പൊ സുധീഷ് പറയുകയാണ്, പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, ഇനി പോകാൻ നോക്ക്. അങ്ങനെ ഭാസ്കരനോട് പുറത്തിരിക്കാൻ പറയുകയാണ് സുധീഷ്. ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഇതായിരുന്നല്ലേ അപ്പൊ കാരണം? അപ്പൊ സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ലടാ, അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് എന്നെ അടിച്ചു അയാൾ? എന്നെ അവൻ അടിച്ചില്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അവൻ ഇങ്ങോട്ട് അടിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ദേ നോക്ക് ഹരീഷ്, അവൻ അടിച്ചു, ഞാനും തിരിച്ചടിച്ചു. അവൻ പറഞ്ഞതിനെല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടാതിരുന്ന അയാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ച്. ആ പുറത്തിരിക്കുന്ന മനുഷ്യൻ, അതെല്ലാം കഴിഞ്ഞു, അത് വിട്ടേരുന്നേ. അപ്പൊ ഹരീഷ് പറയുകയാണ്, നമ്മുടെ വീടിനെ പറ്റി വളരെ മോശമായല്ലേ അയാൾ സംസാരിച്ചു, അവനെ എങ്ങനെ വെറുതെ വിടാനാ? അപ്പൊ നികേഷ് പറയുകയാണ്, നമ്മുടെ വീടിനെ പറ്റി നാട്ടുകാർ മോശമായിട്ട് പറയുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഹരീഷ് ചോദിക്കുന്നു, അവരുടെ വീടെന്താ വലിയ മാളികയാണോ? അവൻ എങ്ങനെ നമ്മുടെ വീടിനെ പറ്റി മോശമായി പറയാം? അപ്പൊ സുധീഷ് പറയണ, അത് തന്നെയാടാ ഞാനും ചിന്തിച്ചത്. അവൻ വലിയ പാലസിൽ ജീവിക്കുന്നത് പോലെയാ ഇതൊക്കെ ഒരു വീടാണോ എന്ന് ചോദിച്ചത്. അവന്റെ വീട് അത്ര വലുതാണോ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ അവരുടെ വീടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ സുധീഷ് പറയണ, ആ ധൈര്യത്തിലാ അവൻ ബഹളം വെച്ചത്. എടാ ഹരീഷ്, നീ പറയടാ, ഇപ്പൊ തന്നെ അവനെ വീട്ടിൽ ചെന്ന് കാണാം, ആ വലിയ വീട് ഒന്ന് കാണാമല്ലോ, വാടാ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. അവന്റെ പെങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അവൻ എന്നോട് വേണ്ടേ പറയാൻ? അവനാരാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ? സുഭാഷിട്ടാ, ഞാൻ അവനെ വെറുതെ വിടില്ല. ഹരീഷിനെ തുടങ്ങിയോണ്ട് സുഭാഷ് പറയുന്നു, എടാ ഹരീഷ്, അതൊന്നും വേണ്ട. അപ്പൊ ഹരീഷ് പറയണ, ഇത്രയും നാളും അവൻ നാട്ടിലില്ലായിരുന്നു, വന്ന ഉടനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? അവനെ വെറുതെ വിടണമെന്നാണോ സുഭാഷേട്ടൻ പറയുന്നത്? തുടക്കത്തിൽ തന്നെ നിർത്തണം, അല്ലെങ്കിൽ അവൻ വീണ്ടും വരും. അവൻ സുധീഷ് പറയുകയാണ്, അവന് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്, അതോർത്ത് നീ വിഷമിക്കണ്ട. അവൻ ഏത് ബംഗ്ലാവിലാ താമസിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നിധി പറയണ, ദേ നോക്ക്, ആരും ആരുടെയും വീട് കാണാൻ പോകണ്ട, ഇതോടെ വിട്ടേക്ക്, വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ട, പ്ലീസ് പറയുന്നത് കേക്ക്. അപ്പൊ സുഭാഷ് പറയണ, ഹരീഷ് വിട്ടു കളയടാ, പ്രശ്നം ഉണ്ടാക്കാനൊന്നും
പോകല്ലേ, അതെങ്ങനെ വിടാനാണെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സുഭാഷ് എന്നല്ലേ പറയുന്നത്, പ്രശ്നം വളർത്തണ്ട, ഇതോടെ വിട്ടേക്ക്, മനസ്സിലാവുന്നുണ്ടോ? ഹരീഷ് ഒന്നും വിടാതെ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷെ പറഞ്ഞ കാര്യം ഓർമ്മയെ വേണം, അവനോട് നീ കുറച്ച് ക്ഷമയോടെ സംസാരിക്കണം, ആദ്യം നീ ദേഷ്യപ്പെടാതിരിക്കുക. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ. തുടർന്ന് ഭാസ്കരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹരീഷ്. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും നീതു വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ നീതു പറയുകയാണ്, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഹരീഷ് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ദേഷ്യപ്പെടാതെ നിന്റെ വീട്ടിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൊ നീതു പറയുകയാണ്, അതിനെപ്പറ്റി ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്, അവരവിടെ വന്നിട്ട് എന്താ പറഞ്ഞേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, അത് നിനക്ക് നിന്റെ വീട്ടിൽ ചോദിച്ചാ പോരെ, സുഭാഷ് എന്ത് പറഞ്ഞാലും വെറുതെ ഇരിക്കുമെന്ന് കരുതിയാണോ ഇവിടെ വന്ന് ബഹളം വെച്ചത്? അപ്പൊ നീതു പറയുകയാണ്, ഹരീഷ് അവരെന്താ സംസാരിച്ചെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, ദയവ് ചെയ്ത് നീ നിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്ക്, ഇനി ഈ വീടിന്റെ ഭാഗത്തേക്ക് വന്നു പോകരുതെന്ന്, ധൈര്യം ഉണ്ടെങ്കിൽ കടയിലേക്ക് വന്ന് സംസാരിക്കാൻ പറ. അപ്പൊ നീതു പറയുകയാണ്, പ്ലീസ് ഹരീഷ്, അവര് വന്നതിറങ്ങിയ എനിക്ക് നല്ല ദേഷ്യം വന്നു, ഞാനും അവരോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഹരീഷ് പറയണ, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒതുങ്ങി ജീവിച്ചവനല്ലേ, നീ അല്ലേ പ്രേമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നേ, നീ കടയിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ പറഞ്ഞു വിടുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, എന്റെ വീടിനെ പറ്റി മോശമായി പറയും, നാണം കെടുത്തുവെന്നും ഒക്കെ അറിയായിരുന്നു. ഇപ്പൊ ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചില്ല, ഈ നാണക്കേട് എന്റെ വീട്ടിലുള്ളവർ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീതു പറയണ, ദേ നോക്ക് ഹരീഷ്, ഇതുമായി എനിക്കൊരു ബന്ധവുമില്ല, അഖിലേട്ടൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെ ഞാൻ എന്ത് ചെയ്യാനാ, നീ അവരോടുള്ള ദേഷ്യം എന്നോട് കാണിക്കാതെ. അപ്പൊ ഹരീഷ് പറയണ, നീ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്, അപ്പൊ ദേഷ്യം നിന്നോടല്ലേ കാണിക്കാൻ പറ്റും, എന്റെ വീട്ടിലുള്ളവര് അവിടെ വന്ന് മോശമായി സംസാരിച്ചിരുന്നെങ്കിൽ നീ വെറുതെ വിടുമായിരുന്നോ? അപ്പൊ നീതു പറയണ, ഹരീഷ് നീ എന്നോട് ദേഷ്യപ്പെടണ്ട, ഞാനും നിന്റെ ഭാഗത്താ. അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവരിങ്ങോട്ട് വരില്ലായിരുന്നു. അപ്പൊ നീതു പറയണ, നിനക്ക് എന്റെ വീടിനെ പറ്റി അറിയില്ലേ, അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, അവരിങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, ഇങ്ങനെയൊന്നും പറയല്ലേ ഹരീഷ് എന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, അങ്ങനെ തന്നെ പറയും, അവരെന്നെ പറ്റി എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. നിന്റെ ചേട്ടനോട് പറഞ്ഞേര്, ഇനി ഞാൻ അവനെ എവിടെ കണ്ടാലും തല്ലുമെന്ന്, എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ, എന്റെ കണ്ണിപ്പെട്ട അവൻ അറിയും ഈ ഹരീഷ് ആരാണെന്ന്, പ്ലീസ് ഹരീഷ് എന്ന് നീതു പറയുമ്പോൾ ഫോൺ വെക്കടിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഹരീഷ്. നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നേ? അപ്പൊ നീതു പറയുകയാണ്, ഹരീഷ് നീ എന്നോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായവും ഇല്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, നിന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നാൽ അടിച്ച് തല പൊട്ടിക്കും ഞാൻ, വെറുതെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തണ്ട, വെക്കടി. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നീതുവിന്റെ അരികിലേക്ക് വന്ന അമ്മ ചോദിക്കുന്നു, നീ ആരോടാടി സംസാരിച്ചു? അപ്പൊ നീതു ചോദിക്കണേ, ഞാൻ ആരോട് സംസാരിച്ചാലും അമ്മയ്ക്ക് എന്താ? അമ്മ പറയുകയാണ്, ആ ഹരീഷിനോടല്ലേ നീ സംസാരിച്ചത്? അപ്പൊ നീതു പറയുകയാണ്, അതെ എനിക്ക് ഹരീഷിനെ ഇഷ്ട, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇപ്പൊ ആരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ മകൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് വേണ്ടേ സംസാരിക്കും, ഹരീഷ് ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിച്ചു, അതോ എന്നെ പിടിച്ചു വരച്ച് കൊണ്ടുപോയോ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നീതുവിന്റെ കരണം മുഖച്ചടിച്ച് അമ്മ പറയുന്നു, അവള് സംസാരിക്കുന്നത് കേട്ടില്ല. അപ്പൊ നീതു പറയണ, നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും എന്നോട് വേണം സംസാരിക്കും, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത് തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ മകൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഹരീഷിനോട് സംസാരിക്കുന്നത് നിർത്തുമെന്ന് വിചാരിച്ചോ? എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് വിചാരിച്ചാൽ അത് എന്റെ അടുത്ത് വന്ന് പറയണം, അല്ലാതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇനി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് പോയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അങ്ങനെ ദേഷ്യത്തോടു കൂടി നീതു അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് അമ്മ. തുടർന്ന് നിധിയും നികേഷും ഹാളിലിരിക്കുമ്പോൾ അവിടേക്ക് വന്ന് സുഭാഷ് പച്ചക്കറി വാങ്ങാൻ പോകുന്ന കാര്യം പറയുകയാണ്. സുഭാഷ് ചായ കൊണ്ട് കൊടുക്കുകയാണ് നിധിക്കും നികേഷിനും. സുധീഷും ഹരീഷ് എവിടെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, അവരിവിടെ ഇല്ല സുഭാഷ് ഏട്ടാ, രാവിലെ മുതലേ അവരെ ഇവിടെ കാണുന്നില്ല. അപ്പൊ നിധി പറയാണ്, സുഭാഷ് ഏട്ടാ രണ്ടുപേരും കൂടെ രാവിലെ പുറത്തു പോകുന്ന ഞാൻ കണ്ടായിരുന്നു, ഇത്ര രാവിലെ അവർ രണ്ടുപേരും കൂടി എവിടെ പോയെന്ന് സുഭാഷ് ചോദിക്കും. നിധി പറയണ, അറിയില്ല സുഭാഷ് ഏട്ടാ, പുറത്തു നിന്ന് കുറെ നേരം സംസാരിക്കുന്ന കണ്ടു, അതിനുശേഷം പോകുന്നത് കണ്ടു. അപ്പൊ സുഭാഷ് പറയണ, നികേഷ് അവരെവിടെ ഉണ്ടെന്ന് ഫോൺ വിളിച്ച് ചോദിച്ചേ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ അവര് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, പോയിട്ടിങ്ങി വരും. അപ്പൊ സുഭാഷ് പറയണ, അവർ രണ്ടുപേരും ഒരുമിച്ച് പോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയെന്നാണ് അർത്ഥം. രണ്ടുപേരും കൂടി വഴക്കിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, അവർ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നത്തിലെ അവസാനിക്കും. എടാ നികേഷ് വിളിക്കട അവന്മാരെ. നികേഷ് അവരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഇവിടാണല്ലോ റിങ് ചെയ്യുന്ന കേൾക്കുന്നത്, എടാ ഫോൺ ഇവിടെ ഉണ്ട്, ഫോൺ ഇവിടെ വെച്ചിട്ട് അവന്മാർ എവിടെ പോയതാ? അപ്പൊ നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആകാതെ അവരിങ്ങി വരും, ചായ കുടിക്കുന്ന സുഭാഷ് ചോദിക്കേണ്ട, ഒരുപക്ഷെ നീതുവിന്റെ വീട്ടിലേക്ക് പോയി കാണോ? അവരെന്തിനാ അവിടെ പോകുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇന്നലെ നീതുവിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന കാര്യം അച്ഛൻ ഹരീഷിനോട് പറഞ്ഞപ്പോൾ അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവരൊരുമിച്ച് നീതുവിന്റെ വീട്ടിൽ പോയി കാണുമെന്ന്. അപ്പൊ നിധി പറയുകയാണ്, ഇല്ല അവരവിടെയെങ്കിലും പോകാൻ സാധ്യതയില്ല. നികേഷ് പറയുകയാണ്, സുഭാഷേട്ടൻ പറഞ്ഞപ്പോ എനിക്കും തോന്നുന്നു അവരവിടേക്കായിരിക്കും പോയതെന്ന്. എല്ലാത്തിനും അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ, ഹരീഷിനോട് അതൊന്നും പറയരുതെന്ന് പറഞ്ഞതാ, അവൻ വന്ന ഉടനെ എല്ലാം പറഞ്ഞു കൊടുത്തു, വെറുതെ ഇരുന്നാ പോരെ, എന്തിനാ വെറുതെ ഇതെല്ലാം അവനോട് പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. നിധി പറയുകയാണ്, സുഭാഷേട്ടാ അവിടെങ്ങും പോയി കാണില്ല, അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കും.
ചോദിക്കും. അപ്പൊ സുഭാഷ് പറയണ ഇല്ല മോളെ, അവര് വീട്ടിൽ വന്ന് പ്രശ്നമാക്കിയത് ക്ഷമിക്കാനാകാതെ ഇവന്മാർ രണ്ടും കൂടെ അങ്ങോട്ട് പോയി കാണും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം വലുതാകുകയുള്ളൂ. അതാ എന്റെ പേടി. അപ്പൊ നിധി പറയുന്നോ അങ്ങനെയൊന്നും പോയി കാണില്ല സുഭാഷ് ഏട്ടാ, വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. നികേഷ് പറയടാ. അപ്പൊ നികേഷ് പറയുന്നോ അതെ സുഭാഷ് ഏട്ടാ, പോയി കാണില്ല. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹരീഷ് ഏട്ടന്റെയും നീതുന്റെയും കല്യാണം നടക്കുമോ? ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുകയാണ് ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കൂടാ. അവർ രണ്ടുപേരും കൂടി ശരിയാകുമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണേ ഇതെന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ. അപ്പൊ നികേഷ് പറയണ അങ്ങനെ അല്ല ഏട്ടത്തി, ഹരീഷ് ഏട്ടൻ നീതുവിനെ കല്യാണം കഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടാ. പക്ഷെ നീതു ഒരുപാട് സംസാരിക്കും, ഹരീഷ് ഏട്ടൻ സംസാരിക്കാറേ ഇല്ല. അവര് തമ്മിൽ എങ്ങനെ ശരിയാകും? അപ്പൊ നിധി ചോദിക്കുന്നു ആര്, നിന്റെ ഹരീഷ് ഏട്ടനോ? നീതുവിനോട് സംസാരിക്കുന്നതൊക്കെ നീ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഇല്ലേ? പരിസരം മറന്നു നിന്നല്ലേ ഹരീഷ് നീതുവിനോട് സംസാരിക്കുന്നത്? അപ്പൊ നികേഷ് പറയണ അത് ശരിയാ, പക്ഷെ ഹരീഷ് ഏട്ടൻ ഫോണിൽ അധികം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറില്ല. നീതു പറയുന്നതെല്ലാം കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാം ഇങ്ങനെ മൂളി കേൾക്കും. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുഭാഷ് പറയണ എടാ അത് അവരുടെ കാര്യമാ, അത് അവര് നോക്കിക്കോളും, നീ ചായ കുടിക്ക്. സുഭാഷ് ടെൻഷനോടുകൂടി പുറത്തേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് ബൈക്കിൽ നീതുവിന്റെ വീട്ടിലേക്ക് വരികയാണ് ഹരീഷും സുധീഷും. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് ചോദിക്കുന്നു ഏതാടാ വീട്? അപ്പൊ ഹരീഷ് പറയണ ഇവിടെ എവിടെയാണെന്നാ തോന്നുന്നത്, ആ വീടായിരിക്കും. സുധീഷ് ചോദിക്കുന്നു എടാ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട് പോലും നിനക്കറിയില്ലേ? അപ്പൊ ഹരീഷ് പറയണ സുധീഷ് ഏട്ടാ വീട് അറിയാത്ത ആളെയാണ് ഞാൻ പ്രണയിച്ചത്. സുധീഷ് ഏട്ടനോ? സുധീഷ് ഏട്ടനോട് പ്രണയം ഇല്ലാത്ത ഒരാളെ പ്രണയിക്കുന്നു. ഇതൊക്കെ പറയാനുള്ള അർഹത സുധീഷ് ഏട്ടനുണ്ടോ? ഇത് കേട്ട് സുധീഷ് പറയണ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ പോവാം. കയ്യിൽ പിടിച്ച ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ വാ, ഇതിൽ ഏതെങ്കിലും ഒരു വീടായിരിക്കും. പെട്ടെന്ന് ഹരീഷ് കാണുകയാണ് നീതുവിന്റെ അച്ഛൻ ആ വഴി വരുന്നതായി. ചന്ദ്രൻ അവരെ ശ്രദ്ധിക്കുന്നില്ല. ഹരീഷ് പതിയെ സുധീഷിനോട് പറയുന്നു സുധീഷ് ഏട്ടാ അതാ നീതുവിന്റെ അച്ഛൻ. ചന്ദ്രൻ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ട് ഹരീഷ് പറയുകയാണ് സുധീഷ് ഏട്ടാ ആ വീട് തന്നെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു അതാണോ വീട്? ഈ വീട്ടിൽ താമസിച്ചോണ്ടാണോ അവൻ നമ്മുടെ വീടിന് കുറവ് കണ്ടെത്തിയത്? അവനോട് 4 വാക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, വാടാ. അങ്ങനെ ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് സുധീഷ് നീതുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു ഇതാണോ വീട്? ചന്ദ്രൻ ചോദിക്കുന്നു എടാ ആരോട് ചോദിച്ചിട്ടാ വീട്ടിൽ കയറി വന്നത്? കഥവ് തുറന്നു കടന്ന ഉടനെ അകത്ത് കയറി വരുമോ? ഇറങ്ങിപ്പോടാ. നീതു വളരെ സന്തോഷത്തോടു കൂടി അവിടേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കുന്നു നീതു എന്താടി ഇതെല്ലാം? കണ്ട റൗഡികളൊക്കെ വീട്ടിൽ കയറി വരുന്ന കണ്ടില്ലേ? ഇതെല്ലാം നീ കാരണോ? നീയാണോ ഇവരോട് വരാൻ പറഞ്ഞേ? അപ്പൊ നീതു പറയണ ഞാൻ വിളിച്ചില്ലമ്മേ. സുധീഷ് അകത്തേക്ക് നോക്കാനായി തുടങ്ങുമ്പോൾ നീതുവിന്റെ അമ്മ പറയണ ഇറങ്ങിപ്പോടാ. അപ്പൊ സുധീഷ് പറയണ പോകാമേ. അപ്പൊ നീതുവിന്റെ അമ്മ പറയുന്നു മനുഷ്യ ഇവരെ അടിച്ച് പുറത്തിറക്ക്, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എടി എന്താടി ഇതെല്ലാം? അപ്പൊ ഹരീഷ് പറയണ ഹലോ ഞാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ കയറി വന്ന ബഹളം ഉണ്ടാക്കി, അതേപോലെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ദേഷ്യം വരുന്നുണ്ടോ? ചന്ദ്രൻ പറയുന്നു എന്റെ മോൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? നീതു സന്തോഷത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ അമ്മ പറയുകട പല്ലിടിച്ചോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ, കേറിപ്പൊടിയത്. അവിടേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു ഇവിടെ എന്തിനാടാ വന്നേ? നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അഖിൽ ഹരീഷിനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞ് സുധീഷ് പറയുന്നു അവന്റെ ദേഹത്ത് കൈ വെച്ച് പോകരുത്, മര്യാദയ്ക്ക് സംസാരിക്കുകയല്ലേ, എന്തിനാ ആവശ്യമില്ലാതെ കൈ ഉയർത്തുന്നത്? അത് തെറ്റല്ലേ? കൈ തട്ടി മാറ്റിക്കൊണ്ട് അഖിൽ പറയുകട കൈ വിടടാ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? അവ ഹരീഷ് പറയുന്നു അതേടാ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാ വന്നേ. നിനക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ നീ എന്നെ തേടി വരണം, ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ കയറി ചെന്ന ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. ചന്ദ്രൻ പറയുകട ഞാൻ കടയിൽ വന്ന് നിനക്ക് താക്കീത് തന്നതല്ലേടാ, എന്നിട്ട് നീ എന്റെ മോളോട് സംസാരിക്കുന്നില്ലേ? അപ്പൊ എന്റെ മോൻ നിന്നെ വെറുതെ വിടണമെന്നാണോ? നീതുവിന്റെ അമ്മ പറയുന്നു ദേ നോക്കടാ, നീ ഞങ്ങളുടെ മകളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതല്ലേ അവൻ പറയാൻ വന്നുള്ളൂ, അതുകൊണ്ട് വീട്ടിൽ കയറി വന്ന പ്രശ്നം ഉണ്ടാക്കുവോ? അപ്പൊ ഹരീഷ് പറയണ ദേ നോക്ക് എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാ. ഇത് കേട്ട് നീതു വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ എല്ലാവരും കണ്ണു തള്ളി നിൽക്കുകയാണ്. ഹരീഷ് പറയുന്നു നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നിർത്തില്ല, അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറയട്ടെ, ഞാൻ സംസാരം നിർത്തിക്കോളാം. വളരെ സന്തോഷത്തോടു കൂടി നീതു പറയാണ് എനിക്ക് ഹരീഷിനെ ഒരുപാട് ഇഷ്ടമാ. ഹരീഷ് പുഞ്ചിരിച്ച് നീതുവിനെ നോക്കുമ്പോൾ അഖിൽ പറയുന്നു അടിച്ച് പല്ല് താഴെയിടും ഞാൻ. അപ്പൊ ഹരീഷ് പറയണേ എടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നൊന്നും അല്ലല്ലോ നിന്റെ പെങ്ങളെ പ്രേമിച്ചത്, അവൾ എന്റെ കടയിൽ വന്ന് എന്നോട് സംസാരിച്ചാൽ ഞാൻ തിരിച്ചു സംസാരിക്കും. ഒരു പെണ്ണെന്നെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അങ്ങനെ പറയടാ ഹരീഷ്. അപ്പൊ ചന്ദ്രൻ പറയുകയാണ് ഇങ്ങനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നോക്കണ്ട, എന്റെ വീടിന് ചുറ്റും എന്റെ ബന്ധുക്കളാണ്, ഞാൻ അവരെ ഒന്ന് അറിയിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്കായിരിക്കും പ്രശ്നം. അപ്പൊ സുധീഷ് പറയുകയാണ് വരാൻ പറ, ബന്ധുക്കളെ എല്ലാവരെയും വിളിക്കും, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെ. അപ്പൊ അഖില് പറയുകയാണ് അച്ഛാ എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? എടാ ഹരീഷേ നിന്നോട് അവസാനമായിട്ട് പറയുക, ഇനി നീ എന്റെ പെങ്ങളെ കാണരുത് സംസാരിക്കരുത്. ഹരീഷ് പറയുന്നു അത് നിന്റെ പെങ്ങളോട് പറയാൻ പറ, അതിനുശേഷം ആലോചിക്കാം. അപ്പൊ നീതു പറയണ ഞാൻ കാണും ഹരീഷേ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അഖില് നീതുവിനെ അടിക്കാനായി തുടങ്ങുമ്പോൾ ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുന്നു കൈ താഴ്ത്തിയിടടാ, സംസാരിച്ചോണ്ട് നിൽക്കുകയല്ലേ, നീ എന്തിനാ അവളെ അടിക്കാൻ കൈ ഉയർത്തുന്നത്? നീതു അഖിലുടെ കൈ തട്ടി മാറ്റുമ്പോൾ സുധീഷ് പറയുകയാണ് എന്റെ വീടിനെ പറ്റി കുറ്റം പറഞ്ഞ് നീ എന്തൊരു ബഹളമായിരുന്നു, നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിനേക്കാളും ചെറുതാണല്ലോ, ഈ വീട്ടിൽ താമസിച്ചോണ്ടാണോ ഞങ്ങളുടെ വീടിനെ കുറ്റം പറഞ്ഞത്? നിന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ നീ താമസിക്കുന്നത് വലിയ ബംഗ്ലാവിലാണെന്നാ ഞാൻ വിചാരിച്ചത്, തീപ്പെട്ടിക്കൂട് പോലത്തെ വീട്ടിൽ താമസിച്ചിട്ടാ അവൻ ഞങ്ങളുടെ വീടിന് കുറവ് പറഞ്ഞത്, ഈ വീട് പോലും വാടക വീടല്ലേടാ. അങ്ങനെ അവരെ പരിഹസിക്കുകയാണ് സുധീഷ്. ഇത് നീതുവിനും ഇഷ്ടപ്പെടുന്നില്ല. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്